പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, കണ്ടംകുളത്തി ബോണോ കെയർ ക്യാപ്സ്യൂൾ സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും കഴിഞ്ഞ ഞങ്ങളുടെ യാത്രയുടെ എപ്പിസോഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ യാത്രയുടെ ഭാഗങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നുള്ള വിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇന്നത്തെ ദിനം ആദ്യത്തെ അതിഥിയെ തേടിയുള്ള ആദ്യത്തെ കോള് അല്ലെങ്കിൽ ആദ്യത്തെ വിളി വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ വാളക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു സ്കൂളിൽ കമ്പ്യൂട്ടർ റൂമിനകത്ത് കമ്പ്യൂട്ടറിൽ ചുറ്റി ഒരു അതിഥി ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടുത്തെ പ്രിയ സുഹൃത്തുക്കളും അധ്യാപകരും ഒക്കെ വിളിക്കുകയുണ്ടായി. എന്തായാലും നമ്മൾ ഭാഗ്യവശാൽ ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ സ്കൂളിലെത്തി. സ്കൂളിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നത്, സ്കൂളിൻ്റെ അങ്കണത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം, നമ്മളെ പ്രതീക്ഷിച്ച് നമ്മുടെ ക്യാമറ കണ്ണുകളെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാണ്. വലിയ അവർ പറഞ്ഞത് അണലിയാണെന്നൊക്കെയാണ്. പക്ഷേ എന്തായാലും അണലി ഇവിടെ വരാൻ സാധ്യതയില്ല. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഈ സ്കൂളിൽ തന്നെ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ച കാരണം ഇത് നമ്മൾ ഷൂട്ട് ചെയ്തില്ല എങ്കിലും മറ്റ് മൊബൈലുകളിലും വാട്സാപ്പുകളിലും ഒക്കെ ഇതിൻ്റെ ഫോട്ടോ പോവുകയും അതിന് പിന്നെ തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനായി ഇത് അണലിയല്ല, അണലി എന്ന് തന്നെ പറഞ്ഞ് എനിക്ക് കോൾ വന്നത് അണലി എന്നാണ്. പക്ഷേ അണലിയല്ല, ഇത് നിരുപദ്രവകാരിയായ പാമ്പുകളായിരിക്കും. ഇവിടെ വണ്ടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. റൂമിനകത്തായതുകൊണ്ടും കമ്പ്യൂട്ടറൊക്കെ വെക്കുന്ന റൂമുണ്ട്, ഗ്ലാസ്സൊക്കെ നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ഗ്ലാസ് ആയതുകൊണ്ടൊക്കെ അകത്ത് അണലി പോലത്തെ പാമ്പുകൾക്ക് കയറാൻ സാധ്യതയില്ല. മറ്റ് മരത്തിൻ്റെ മണ്ടയിൽ കൂടി കയറി ഓട്ടിനകത്തൂടി അകത്തേക്ക് ഇറങ്ങുന്ന പാമ്പുകൾ, ചേര ഉൾപ്പെടെയുള്ള പാമ്പുകൾക്ക് മാത്രമേ അങ്ങനെ ഇറങ്ങി വരാൻ കഴിയുകയുള്ളൂ. ആ ഒരു തെറ്റായ ചിന്ത ഉണ്ടാവരുതെന്നും കുട്ടികളെ പേടി വർദ്ധിപ്പിക്കരുതെന്നും ഉള്ളത് കൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ട് ഈ പ്രോഗ്രാം ഈ സ്കൂളിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഈ പ്രോഗ്രാം ഉൾപ്പെടുത്തുന്നത്. ഈ സ്കൂളിനെ ഉൾപ്പെടുത്തുന്നത് പാലക്കാട് ഗവൺമെൻറ് UPSലാണ് നമ്മൾ നിൽക്കുന്നത്, LPSലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നോക്കാം നമ്മുടെ ആ റൂമിനകത്ത് നമ്മുടെ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചിരിക്കുന്ന അതിഥി ആരാണ്. എന്തായാലും ഇവിടുന്ന് കോള് വന്നത് അണലി എന്നാണ്. പക്ഷേ അണലിയല്ല, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം. നമ്മുടെ പ്രേക്ഷകർ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടെന്താ നോക്കൂ. ഇത് കണ്ടാൽ അണലിയെപ്പോലെ തോന്നുമെങ്കിലും എന്നാൽ അണലിയല്ല. ഇതിൻ്റെ പേര്, ഇത് ചേരയുടെ അതേ കൂട്ടുകാരൻ, അതേ സ്പീഷ്യസായ അതേ ജനുസായ കാട്ടുപാമ്പ്. നമുക്ക് കാണാം, കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന അത് നോക്കൂ. ആ ദേഹത്തുള്ള വര, തല ചെറുത്, അതുപോലെ വയറ്റിൽ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ വയറ്റിൽ എലിയുണ്ട്. എനിക്കൊന്നത് ഈ എലിയെ പിടിക്കാനായി ഇദ്ദേഹം വന്നതായിരിക്കണം. അത് ഇനി കമ്പ്യൂട്ടർ പഠിക്കാനായി വന്നതാണോ എന്ന് എനിക്കറിയില്ല. കമ്പ്യൂട്ടർ ലാബിലാണ് ഇദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഡൗട്ട്, പാമ്പുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നിരിക്കും. അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി വന്ന അതിഥിയായിരിക്കാം. എന്തായാലും നോക്കുക, കാട്ടുപാമ്പ് തന്നെയാണ്, അതിന് സംശയമൊന്നുമില്ല. വയറ്റിൽ ഭക്ഷണമായി എലി കിടപ്പുണ്ട്. എലിയെ പിടിച്ചിട്ട് അദ്ദേഹം റെസ്റ്റ് എടുക്കുകയാണ് ചെയ്തത്. നോക്കുക, ഇതിന് കടിക്കുമെന്ന് എപ്പോഴും പറയാറുണ്ട്. ഇദ്ദേഹം ഫീമെയിലാണ്. എന്നാലും ഏകദേശം ഒരു 4 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. ഇദ്ദേഹം നമ്മുടെ നാട്ടിൽ നമ്മുടെ പ്രേക്ഷകർ ഒത്തിരി പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാമിലൂടെ ഒത്തിരി പ്രാവശ്യം കണ്ടതാണ് ഇദ്ദേഹത്തെ. ഇദ്ദേഹം ഫീമെയിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കിട്ടുന്നതെല്ലാം ഫീമെയിലാണ്. ഇദ്ദേഹം ഫീമെയിൽ തന്നെ. കടിക്കുന്നു, ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കടി. ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ വാല് നന്നായിട്ട് ഇങ്ങനെ ചലിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ദേഷ്യം വരുമ്പോൾ ഒരു പ്രത്യേകതയാണ്. എലിയെ പിടിച്ച് ചുറ്റുമ്പോഴും വാല് ഇങ്ങനെ ചലിപ്പിക്കുന്നത് കാണാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും, ഭക്ഷണത്തെ ചുറ്റി പിടിക്കുമ്പോഴത്തേക്കും ആ ദേഷ്യം ഭക്ഷണത്തെ അമർത്തുമ്പോഴത്തേക്കും അത് മരിക്കാത്തതുകൊണ്ട് മരിക്കുന്നവരങ്ങനെ പിടിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ടും ഈ വാല് ഇങ്ങനെ ചലിപ്പിക്കാറുണ്ട്. കടിക്കുന്നത് നമുക്ക് കാണാം, ഇങ്ങനെ മടങ്ങി വന്നു 8 പോലെ മടങ്ങി വന്നാണ് പഠിക്കുന്നതെങ്കിൽ തന്നെയും വാല് നമുക്ക് കാണാം. വാലിൻ്റെ ആ ഒരു ചലനം നോക്കുക, റാറ്റിൽ സ്നേക്ക് പോലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം കാണുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കാം ഇത് റാറ്റിൽ സ്നേക്ക് പോലെ ആണ്. വാല് ചുരുട്ടുന്നു, വാലിങ്ങനെ മണിയടിക്കും പോലെ ചലിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത. വായി തുറന്ന് 8 പോലെ നമുക്ക് കറക്റ്റ് 8 പോലെ മടങ്ങി വന്നിട്ടാണ് ഇദ്ദേഹം കടിക്കുന്നത്. ഫീമെയിലാണ്, പെണ്ണാണ്. ഇന്ന് ഭക്ഷിച്ചതല്ല അത്. ഇന്നലെ രാത്രി അവർ
നമ്മൾ സ്കൂൾ അടച്ചിട്ട് പോയ സമയത്തെല്ലാം ഇതിനകത്ത് കയറി എലിയെ പിടിച്ചറിയ എലി ഡൈജസ്റ്റ് അഴുകി തുടങ്ങിയിട്ടുണ്ട്. നോക്കുക. ഇനി ഇതിൻ്റെ കടി വാങ്ങിക്കുന്നത് നല്ലതല്ല. കാരണം ഇനിയിപ്പോൾ എലിയുടെ ആ വേസ്റ്റിൻ്റെ വാക്യത്തിലുണ്ട് അതിൻ്റെ സലൈവയിൽ കൂടി അതിൻ്റെ ബാക്ടീരിയ നമ്മുടെ രക്തത്തിലേക്ക് കടന്നു പോകാം. അത് പിന്നെ കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് ചൊറിഞ്ഞ് പൊട്ടാൻ്റെ സാധ്യതയുണ്ട്. ഇപ്പോൾ ആദ്യം ഈ വെള്ളയായിട്ട് പുറകിൽ കൂടി പോയത് അതിൻ്റെ മോഷനാണ്. ഇതെന്തായാലും നമ്മളെ പ്രേക്ഷകർ ഒരുപാട് കണ്ട് പരിചയപ്പെട്ട അതിഥിയാണ്. കാട്ടുപാമ്പ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷ് ട്രിങ്കറ്റ് സ്നേക്ക് എന്നറിയപ്പെടുന്ന, ചേരയുടെ അതേ കുടുംബമായ ചേര ലാബ് എന്നറിയപ്പെടുന്ന വെനമില്ലാത്ത നോൺ വെനമസായ അതിഥിയാണ്. ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ട് ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ കടിയായിട്ട് ഡെറ്റോളോ കാരാംശമുള്ള സോപ്പ് ഉപയോഗിച്ച് മുറിവ് നന്നായിട്ട് കഴുകിക്കളയുക. കാട്ടുപാമ്പ് നമ്മളെ പ്രേക്ഷകർ ഒരുപാട് പരിചയപ്പെട്ട അതിഥിയാണ് കാട്ടുപാമ്പുകൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇദ്ദേഹത്തെ പരിചയപ്പെടുത്തിയ എപ്പിസോഡുകളിലെല്ലാം നമ്മൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിരുന്നു, അദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഇദ്ദേഹത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകരോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ ഒരു കവർ വാങ്ങി കവറിൽ അടയ്ക്കുന്നു. എന്തായാലും സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കണ്ണമൂലയിൽ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാലേക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് കണ്ണമൂലിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോകുന്ന സ്ഥലത്തൊരു കാറ്ററിംഗ് സർവീസിനകത്ത് അവിടെ ഗോഡൗണിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നതിനകത്ത് സാധനങ്ങൾ എടുക്കാനായി നോക്കിയപ്പോൾ അതിനകത്തൊരു അതിഥി വന്ന് റെസ്റ്റ് എടുക്കുന്നു, കാറ്ററിങ്ങിൻ്റെ ലിസ്റ്റൊക്കെ നോക്കാൻ വേണ്ടി വന്നു എന്നാണ് അതിൻ്റെ ഓണർ ചേട്ടൻ വിളിച്ച് പറഞ്ഞത്. എന്തായാലും നമ്മൾ ഈ സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ ആ കാറ്ററിംഗ് സർവീസിൻ്റെ ആ ഷട്ടറിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഷെൽട്ടറിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഷട്ടർ ഉയർത്തിയിട്ട് ഇതിൻ്റെ ഈ റൂമിനകത്ത് ആരാണ് ഇരിക്കുന്നത് നോക്കാം. നമുക്ക് പാമ്പാണോ ചേരയാണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഇവർ കണ്ടു എന്നാണ് പറയുന്നത്. ഇനി വല്ല പല്ലിയുടെ വാല് കണ്ടിട്ട് എലിയുടെ വാല് കണ്ടിട്ട് വിളിച്ചാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ഇതൊന്ന് മാറ്റി നോക്കാം. എന്തായാലും ഉണ്ടാവാൻ സാധ്യത കുറവ് എന്നും പറയാനുമില്ല, കൂടുതലൊന്നും പറയാനില്ല. കാരണം ഇതിനകത്തൂടെ വീടിൻ്റെ മണ്ടയിലേക്ക് ഷെഡിൻ്റെ മണ്ടയിലേക്കൊക്കെ കയറി പോകാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പക്ഷെ ഇവർ പറയുന്നത് പോകത്തില്ല, അതിവിടെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം നല്ല സാഹചര്യമുണ്ട്, അവർക്ക് ഇറങ്ങിപ്പോകാനൊക്കെ നല്ല സാഹചര്യമുണ്ട്. പിന്നെ ഇതിനകത്താകുമ്പോൾ മിക്കവാറും മൂർഖനൊന്നും ആവാൻ സാധ്യത കാണുന്നില്ല. കാരണം ഇവരെപ്പോഴും പെരുമാറുന്ന സ്ഥലമാണ്. എന്തായാലും ഇവർ പറഞ്ഞ ആ ദിശയും പോകാനായിട്ടുള്ള പോയാൽ കഴിഞ്ഞാൽ പിന്നെ കയറിയിരിക്കാനുള്ളൊരു സാഹചര്യം ഇതിനകത്ത് മാത്രം. കാരണം ഇതിനകത്ത് നല്ല എലിയുടെ പൊനമുണ്ട്. 2 ഹോള് ഈ തെർമോക്കോൾ തണുപ്പ് കിട്ടാനായിട്ട് സജ്ജീകരിച്ചിരിക്കുന്ന തെർമോക്കോൾ ഇതേ സാധനമുണ്ട്. അതിനകത്ത് ചെറിയൊരു മാളുണ്ട്. ആ മാളത്തിൽ കൂടെ നമുക്ക് കാണാം ചെറുതായിട്ട് ആ ഗ്യാപ്പിൽ കൂടെ അദ്ദേഹത്തിൻ്റെ ദേഹം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നോക്കാം. ഇതായിരിക്കും എന്താ എന്തായാലും സന്തോഷം. കാരണം എനിക്ക് അതിലുപരി നമ്മുടെ ഇവിടെ ഈ സാധനം എടുക്കാൻ വന്നവരോടായിട്ട് പറയാനുള്ളൊരു കാര്യമുണ്ട്. കാരണം അവർ കണ്ടത് നന്നായി, കണ്ടിട്ട് ചേരയാണെന്ന് തെറ്റിദ്ധരിക്കാതെ, അത് ചേരയാണെന്ന് തെറ്റിദ്ധരിച്ച് പോയി കൈയിട്ട് എടുക്കുന്നൊരു സംഭവം നമ്മുടെ നാട്ടിൽ സാധാരണ ഉണ്ടാവുകയാണ്. പക്ഷേ ഇവരെന്തായാലും അതിനെ കണ്ടുടനെ അത് പാമ്പാണെന്ന് ചിന്തിക്കുകയും ഷട്ടർ അടച്ചിട്ട് മാറി നിൽക്കുകയും ഞാൻ അടുത്ത് വിളിച്ച് പറഞ്ഞു. എൻ്റെ അടുത്ത് ഓണർ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു ആരോടും പറയരുത്, ആളിനെ വിളിച്ച് കൂട്ടരുതെന്ന് പറഞ്ഞു.
എന്തായാലും അവർക്ക് അപകടം ഉണ്ടാവാത്തത് വളരെ സന്തോഷം. കാരണം അറിയാതെ ചിലപ്പോൾ ഇവർ പോയി തട്ടുകയോ മുട്ടുകയോ എല്ലാം ചെയ്താൽ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തേക്ക് പോയി എടുക്കാൻ ശ്രമിച്ചാൽ കടി കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. എന്തായാലും ഇതിന് വേറൊരു പ്രത്യേകത, ഇദ്ദേഹത്തിനിപ്പോൾ കടിക്കണമെന്നുള്ള ടെൻഡൻസി മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ അതുപോലെ തന്നെ ഇത് അധികം പ്രായമുള്ള ആളൊന്നുമല്ല, ഏകദേശം 5 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള പെൺ മൂർഖൻ പാമ്പാണ്. അതുമാത്രമല്ല വേറെ പ്രത്യേകത, ഇദ്ദേഹത്തിൻ്റെ വാല് കട്ടായിരിക്കുന്നു, വാല് കൂർത്തിരിക്കുന്നു, വാല് കട്ടായിരിക്കുന്നു. അതിന് കാരണം പ്രായം കൂടിയതുകൊണ്ടൊന്നുമല്ല, എന്തോ അപകടത്തിൽ വണ്ടിയൊക്കെ കടന്നു പോകേണ്ട വണ്ടിയൊക്കെ കയറിയിട്ട് ചിലപ്പോൾ കട്ടായതായിരിക്കാം. അതുമാത്രം ഇവിടെ ഇതിനെ കാണാൻ കൂടുതൽ സാധ്യതയുള്ളത് അടുത്ത് രണ്ട് ചാനലുകൾ അല്ലെങ്കിൽ 2 കനാലുകൾ അല്ലെങ്കിൽ 2 കണ്ണമൂല ആമയിഴഞ്ച തോടിൻ്റെ കണക്ഷനും അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തൊട്ടടുത്തുള്ള മറ്റൊരു ചാലും ഇതായിട്ട് കണക്ഷനുണ്ട്. അപ്പോൾ ഇനി ഈ സ്ലാബിൻ്റെ അടിയിൽ കൂടി, ഈ വെള്ളം പോകുന്ന സ്ലാബിൻ്റെ അടിയിൽ കൂടി ഇത് കടന്നു വന്നതായിരിക്കാം. എലി ധാരാളം ഉള്ളതുകൊണ്ട് എലിയെ പിടിക്കാനായി ഇദ്ദേഹം വന്നതായിരിക്കാം. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ഒത്തിരി കണ്ടു മറഞ്ഞ അതിഥിയാണ്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് മൂർഖന്മാരെ കണ്ടിട്ടുള്ള, ഒത്തിരി മൂർഖന്മാരെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇദ്ദേഹം വലിയ വ്യത്യസ്തനൊന്നുമല്ല. ഇദ്ദേഹം കോമൺ ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കണ്ടുവരുന്ന, പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ വെള്ളത്തിൻ്റെ ഉറവയുള്ളതുകൊണ്ട് ഇവിടെയൊക്കെ ധാരാളമായി കണ്ടുവരുന്ന അതിഥിയാണ്. 6 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളെങ്കിലും ഫീമെയിൽ ആണെങ്കിൽ തന്നെയും നല്ല ഈ പ്രാവശ്യം ഇണചേർന്ന പാമ്പല്ല, കാരണം നല്ല ആരോഗ്യമുള്ള ശരീരമാണ്. എന്തായാലും നമ്മൾ ഈ അതിഥിയെ നമ്മൾ അധികം വെച്ച് കളിക്കുന്നില്ല, കാരണം റോഡാണ്, പെട്ടെന്ന് റോഡ് ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. റോഡ് ബ്ലോക്കായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആൾക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. നമുക്ക് എന്തായാലും ഈ അതിഥിയെ ബോട്ടിലാക്കിയതിന് ശേഷം മറ്റൊരു സ്ഥലത്തേക്ക് അടുത്ത വ്യത്യസ്തനായ അതിഥിക്കായി അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. ഇനി ഒട്ടനവധി കോളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ഈ അതിഥിയെ ബോട്ടിലാക്കുന്നു, ഇവരോട് യാത്ര പറയുന്നു, അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നു. എന്തായാലും സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ അടുത്ത യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കേശവദാസപുരത്തിനടുത്ത് മോസ്ക് ലൈനിനകത്താണ്. മോസ്ക് ലൈൻ 101A നമ്മൾ നിൽക്കുന്നത്. ആ 101A പോകുന്ന വഴിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ വീടിന് അകത്തോ അതിൻ്റെ പിന്നിലോ ഒരു അതിഥിയെ കണ്ടുവന്ന് അവർ വിളിച്ച സമയത്ത് സ്നേക് മാസ്റ്റർ ടീം തിരുവനന്തപുരത്തുണ്ടായിരുന്നു. എന്നാൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തെത്തി. നമുക്ക് പോകാം. നമ്മുടെ പ്രേക്ഷകരെ തേടിയിരിക്കുന്ന അതിഥി ആരാണെന്ന് നോക്കാം. ചേരയാണോ, മൂർഖനാണോ, രാജവമ്പലാണെന്നൊന്നും അറിയില്ല. നമ്മൾ എന്തായാലും ആ അതിഥി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകും. എന്തായാലും നമ്മൾ വന്നു. നമ്മൾ അതിഥിയെ ഞാൻ കണ്ടു, നമ്മുടെ പ്രേക്ഷകർക്ക് കാണാം. ഈ ഒരു 3 മാർബിൾ പീസ് ഇരിക്കുന്നതിനിടയിൽ ഒരു ഗ്യാപ്പിലായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം ചേരയാണ്. എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. നമ്മൾ അദ്ദേഹത്തെ ഒന്ന് മാന്തി പുറത്തേക്ക് ഇറക്കുകയാണ്. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ചേര തന്നെയായിരുന്നു. ഇവിടെയൊക്കെ കൂടുതലും ചേരയുടെ സാന്നിധ്യം. കുറച്ച് അപ്പുറത്തോട്ട് മാറി കഴിഞ്ഞാൽ മൂർഖൻ പാമ്പിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെ കൂടുതൽ ചേരയും ചുവർപ്പാമ്പിൻ്റെയും നീർക്കോലിയുടെ വാട്ടർ സ്നേക്കിൻ്റെയും സാന്നിധ്യമുള്ള സ്ഥലമാണ്. ഇത് നമുക്ക് കാണാം. വയറിൻ്റെ അടിയിൽ നല്ല മഞ്ഞ, ഇതിനെയാണ് മഞ്ഞച്ചേര എന്നറിയപ്പെടുന്നത്. അല്ല, വയറിൻ്റെ ശരീരത്തിൻ്റെ മുകളിൽ മഞ്ഞ കണ്ട് വരുന്നതിനല്ല മഞ്ഞച്ചേര എന്ന് വിളിക്കുന്നത്. വയറിൻ്റെ നല്ല മഞ്ഞ കളറുള്ളതാണ് മഞ്ഞച്ചേര എന്ന് ഇദ്ദേഹത്തിന് കേരളത്തിൽ അറിയപ്പെടുന്നത്. അതിൽ മഞ്ഞ അടിയിലാണെങ്കിലും പുറത്ത് മഞ്ഞയും കറുപ്പും പച്ചയും കൂടി കലർന്ന ഒരു കളറാണ്. നോക്കൂ, അടിയിൽ വെള്ളയുള്ള ചേരകളുണ്ട്, എന്നാൽ വെള്ളയും മഞ്ഞയും കലർന്ന ചേരയുണ്ട്. എന്നാൽ ഇദ്ദേഹം അധികം പ്രായക്കാരനല്ല. ഇദ്ദേഹത്തിന് വെറും ഏകദേശം 3 വയസ്സോളം മാത്രമേ പ്രായമുള്ളൂ. ഫീമെയിൽ, പെൺ ചേര തന്നെയാണ്. എന്നാൽ നമ്മൾ പ്രേക്ഷകർ ഒത്തിരി കണ്ട് പരിചയപ്പെട്ട അതിഥിയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഒരു കാര്യം, ഇദ്ദേഹം നന്നായിട്ട് കടിക്കാൻ സാധ്യതയുള്ള ആളാണ്. കടിയേറ്റ് കഴിഞ്ഞാൽ മരുന്നിൻ്റെ ആവശ്യമില്ല. നന്നായിട്ട് മുറിവുണ്ടായാലും നന്നായിട്ട് സോപ്പിട്ട് കഴുകുക, ട്രീറ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നന്നായിട്ട്
നാവ് പുറത്തേക്ക് ഇടുക ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നന്നായിട്ട് നല്ല നീളത്തിൽ നാവ് പുറത്തേക്ക് ഇടുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ്. കടിക്കുന്ന നല്ല ചാടി കുതിച്ച് കടിക്കാം. കടിക്കുന്ന സമയത്ത് മുറിവുണ്ടാകും. മുറിവുണ്ടെന്ന് പേടിക്കേണ്ടതില്ല. അതുപോലെ നമ്മുടെ വലയിൽ ചേരയും പാമ്പോ കുരുങ്ങുമ്പോൾ ഞങ്ങൾ നമ്മുടെ പ്രോഗ്രാമിൽ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ നമ്മൾ വളരെ എന്താ പറയുക കാഷ്വലായിട്ട് ഞാൻ പോയി അതിനെ വല വെട്ടിയെടുക്കുന്നത് കണ്ടിട്ട് പലരും അത് അനുകരിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ അടുത്തടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ ഒത്തിരി ജില്ലകളിൽ നിന്നും ചേരയെ വലയെ കുരുങ്ങിയ സമയത്ത് ആ വല കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കടിയേറ്റിട്ട് വിളിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ അനുകരിക്കാൻ ശ്രമിക്കരുതെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്. അതുമാത്രമല്ല ചേര നിങ്ങൾ വലയെ കുരുങ്ങിക്കുന്ന ചേര പെട്ടെന്ന് നല്ല ശരീരം നല്ല ടയർഡായിട്ട് അല്ലെങ്കിൽ നല്ല വേദന എടുത്തിരിക്കുമ്പോൾ പെട്ടെന്ന് കടിക്കും. ആ കടിക്കുന്ന ചിലപ്പോൾ കണ്ണിലേക്ക് കൊള്ളാം. കണ്ണിലേക്ക് കടിയായിട്ടുള്ള കണ്ണിൻ്റെ കൃഷ്ണമണിക്കകത്തൊക്കെ അതിൻ്റെ പല്ല് കൊണ്ടുവന്ന് കാഴ്ച നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. ഒരു കാരണവശാലും ഞങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കരുത്. അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്പ്, ഒരു ഓലയുടെ ഇല അങ്ങനെ ഓലയുടെ മടൽ വെട്ടിയിട്ട് തന്നെ വി ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് തലയുടെ ഇവിടെ കുത്തി പിടിച്ചതിന് ശേഷം ഒരാൾ വാലിൽ പിടിച്ചതിന് ശേഷം മാത്രമേ കത്തിരി ഉപയോഗിച്ച് ആ വല കട്ട് ചെയ്ത് വിടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ചേരയുടെ കടി നല്ല ഷാർപ്പായിട്ടുള്ള പല്ലാണ്, നല്ല ആഴത്തിൽ മുറിവുണ്ടാകും. ഒരിക്കലും ചേരയുടെ കടി വാങ്ങുന്നത് നല്ല എലിയൊക്കെ ഭക്ഷിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മുടെ ദേഹത്ത് അല്ലെങ്കിൽ അവയുടെ വായ്ക്കകത്ത് അവയുടെ സലൈവിലൊക്കെ ബാക്ടീരിയ ഉണ്ടാകാൻ നമുക്ക് ചൊറിഞ്ഞ് പൊട്ടാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് നമ്മൾ കേശവസുരത്ത് മോസ്കിലയിൽ നിന്ന് പിടികൂടിയ ചേര ഈ അതിഥിയെ ഇവിടെ നിന്നൊരു കവർ വാങ്ങി ഇവരുടെ നിന്ന് ഇവിടുന്ന് ഒരു കവർ വാങ്ങി കവറിലാക്കിയതിന് ശേഷം ഇവരോട് യാത്ര പറഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത അതിഥിക്കായി യാത്രയാവും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, സ്നേക്ക് മാസ്റ്റർ, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ഇമെയിൽ kaumudi.tvsnakemaster@gmail.com. പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 9387974441.